Draw a square of area 15 square centimeters. 15 നമുക്ക് 5 × 3 എന്ന് എഴുതാം. ഒരു ലൈനിൽ 5 സെൻറ്റിമീറ്ററും 3 സെൻറ്റിമീറ്ററും മാർക്ക് ചെയ്യാം. ഈ ലൈനിൻ്റെ എൻഡ് പോയിൻറ്റ്സ് പാസ് ചെയ്യുന്ന വിധത്തിൽ ഒരു സെമി സർക്കിൾ വരയ്ക്കാം. അതിനുവേണ്ടി ഈ ലൈനിൻ്റെ മിഡ് പോയിൻറ്റ് സെൻറ്റർ ആക്കിക്കൊണ്ട് സെമി സർക്കിൾ വരയ്ക്കുമ്പോഴാണ് ഈ രണ്ട് എൻഡ് പോയിൻറ്റ്സും പാസ് ചെയ്യുന്ന വിധത്തിലുള്ള സെമി സർക്കിൾ ആവുന്നത്. ഇനി 5ഉം 3ഉം ജോയിൻ ചെയ്യുന്ന പോയിൻറ്റിൽ നിന്നും സെമി സർക്കിളിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കാം. ഈ പെർപെൻഡിക്കുലർ ആയിരിക്കും നമുക്ക് ആവശ്യമുള്ള സ്ക്വയറിൻ്റെ ഒരു സൈഡ്. ഇതിനെ നമുക്ക് എക്സ് എന്നെടുക്കാം. ഇനി കോമ്പസിൽ എക്സ് മെഷർമെൻറ്റ് എടുത്തിട്ട് പെർപെൻഡിക്കുലറിൻ്റെ ഒരു എൻഡിൽ വെച്ചിട്ട് ഒരു ആർക്ക് വരച്ചിട്ട് 8 സെൻറ്റിമീറ്റർ ഉള്ള ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കാം. പെർപെൻഡിക്കുലറിൻ്റെ മറ്റേ എൻഡിലും കോമ്പസ് വെച്ചിട്ട് ഒരു ആർക്ക് വരച്ചിട്ട് 6 സെൻറ്റിമീറ്റർ ഉള്ള മറ്റൊരു പെർപെൻഡിക്കുലർ സൈഡ് കൂടി വരയ്ക്കാം. അങ്ങനെ സ്ക്വയറിൻ്റെ 3 സൈഡ്സായി. ഇനി ബാക്കിയുള്ള സൈഡ് കൂടി ജോയിൻ ചെയ്തിട്ട് സ്ക്വയർ കംപ്ലീറ്റ് ആക്കാം. നമ്മൾ പഠിച്ച കൺസെപ്റ്റ് അനുസരിച്ച് 5 × 3 = x² എന്ന് എഴുതാം. സോ x² = 15, x √15. So area of this square will be √15 square, that is 15 square centimeters. Draw a square of area 5 square centimeters in 3 different ways. Recall Pythagoras theorem. ആദ്യം ടെക്സ്റ്റ് ബുക്കിലുള്ള മെത്തേഡ് വെച്ചിട്ട് ഈ സ്ക്വയർ ഒന്ന് വരച്ചു നോക്കാം. 5നെ നമുക്ക് 5 × 1 എന്ന് എഴുതാം. സോ നമുക്ക് ഒരു ലൈനിൽ 5 സെൻറ്റിമീറ്ററും 1 സെൻറ്റിമീറ്ററും മാർക്ക് ചെയ്യാം. ഇനി ഈ ലൈനിൻ്റെ എൻഡ് പോയിൻറ്റ്സ് പാസ് ചെയ്യുന്ന വിധത്തിൽ ഒരു സെമി സർക്കിൾ വരയ്ക്കണം. അതിനുവേണ്ടി ഈ ലൈനിൻ്റെ മിഡ് പോയിൻറ്റ് സെൻറ്റർ ആക്കിക്കൊണ്ട് ഒരു സെമി സർക്കിൾ വരയ്ക്കാം. ഇനി 5ഉം 1ഉം ജോയിൻ ചെയ്യുന്ന പോയിൻറ്റിൽ നിന്നും സെമി സർക്കിളിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കാം. ഈ പെർപെൻഡിക്കുലർ ആയിരിക്കും നമുക്ക് ആവശ്യമുള്ള സ്ക്വയറിൻ്റെ ഒരു സൈഡ്. ഈ മെഷർമെൻറ്റിനെ നമുക്ക് എക്സ് എന്നെടുക്കാം. ഇനി ഒരു കോമ്പസിൽ എക്സ് മെഷർമെൻറ്റ് എടുത്തിട്ട് പെർപെൻഡിക്കുലറിൻ്റെ ഒരു എൻഡിൽ വെച്ചിട്ട് ഒരു ആർക്ക് വരച്ചിട്ട് 6 സെൻറ്റിമീറ്റർ ഉള്ള മറ്റൊരു പെർപെൻഡിക്കുലർ വരയ്ക്കാം. മറ്റേ എൻഡിലും ആർക്ക് വരച്ചിട്ട് 6 സെൻറ്റിമീറ്റർ ഉള്ള മറ്റൊരു പെർപെൻഡിക്കുലർ സൈഡ് വരയ്ക്കാം. അങ്ങനെ സ്ക്വയറിൻ്റെ 3 സൈഡ്സായി. ഇനി ബാക്കിയുള്ള സൈഡ് കൂടി ജോയിൻ ചെയ്തിട്ട് സ്ക്വയർ കംപ്ലീറ്റ് ആക്കാം. നമ്മൾ പഠിച്ച കോൺസെപ്റ്റ് അനുസരിച്ചിട്ട് 5 × 1 = x² എന്ന് എഴുതാം. Therefore x² = 5, x √5. So area of this square will be side square, that is √5 square, that is 5 square centimeters. ഇനി നമുക്ക് 5 square centimeter ഉള്ള സ്ക്വയർ മറ്റൊരു മെത്തേഡിലൂടെ വരച്ചു നോക്കാം. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പൈതഗോറസ് തിയറം പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ = ബേസ് സ്ക്വയർ + ഹൈറ്റ് സ്ക്വയർ. നമുക്ക് ആവശ്യമുള്ള സ്ക്വയറിൻ്റെ ഏരിയ 5 square centimeter ആണ്. സോ ആ സ്ക്വയറിൻ്റെ സൈഡ് √5 ആയിരിക്കും. സോ നമുക്ക് √5 ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് ആയിട്ട് എടുക്കാം. പൈതഗോറസ് തിയറം അനുസരിച്ച് ബേസ് സ്ക്വയർ + ഹൈറ്റ് സ്ക്വയർ = √5 square, ദാറ്റ് ഈസ് 5 എന്ന് എഴുതാം. 2 square + 1 square ആണ് 5. സോ നമുക്ക് ഇതിൻ്റെ ബേസ് 2 സെൻറ്റിമീറ്ററും ഹൈറ്റ് 1 സെൻറ്റിമീറ്ററും ആയിട്ടെടുക്കാം. ഇനി നമുക്ക് ഈ റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കാം. ആദ്യം 2 സെൻറ്റിമീറ്റർ ഉള്ള ബേസ് വരയ്ക്കാം. അതിന് പെർപെൻഡിക്കുലറായിട്ട് 1 സെൻറ്റിമീറ്റർ ഉള്ള ഹൈറ്റും വരയ്ക്കാം. ഇനി ഇതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് ജോയിൻ ചെയ്യാം. ഈ ഹൈപ്പോട്ടന്യൂസ് ആയിരിക്കും √5. ഈ √5 സെൻറ്റിമീറ്റർ ഉള്ള സൈഡിനെ നമുക്ക് ആവശ്യമുള്ള സ്ക്വയറിൻ്റെ സൈഡായിട്ട് എടുക്കാം. സോ √5 ഒരു കോമ്പസിൽ മെഷർ ചെയ്യാം. എന്നിട്ട് ഹൈപ്പോട്ടന്യൂസിൻ്റെ 2 സൈഡിലും ആർക്ക് വരച്ചിട്ട് പെർപെൻഡിക്കുലറായിട്ട് √5 സെൻറ്റിമീറ്റർ ഉള്ള മറ്റ് സൈഡ്സ് കൂടി വരയ്ക്കാം. ബാക്കിയുള്ള സൈഡ് കൂടി ജോയിൻ ചെയ്തിട്ട് സ്ക്വയർ കംപ്ലീറ്റ് ആക്കാം. ഏരിയ ഓഫ് ദിസ് സ്ക്വയർ വിൽ ബി സൈഡ് ഇൻറ്റു സൈഡ്, ദാറ്റ് ഈസ് √5 square, that is 5 square centimeters. ഇനി മറ്റൊരു മെത്തേഡിലൂടെ 5 square centimeters ഉള്ള ഒരു സ്ക്വയർ വരയ്ക്കാം. നമുക്കറിയാം പൈതഗോറസ് തിയറം ഈസ് ബേസ് സ്ക്വയർ + ഹൈറ്റ് സ്ക്വയർ = ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. സോ ഹൈറ്റ് സ്ക്വയർ = ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ - ബേസ് സ്ക്വയർ. നമുക്ക് ആവശ്യമുള്ള സ്ക്വയറിൻ്റെ ഏരിയ 5 square centimeters ആണ്. സോ അതിൻ്റെ സൈഡ് √5 ആയിരിക്കും. സോ നമുക്ക് √5 ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് ആയിട്ട് എടുക്കാം. Therefore √5 square = hypotenuse square - base square.
that is 5 is equal to hypotenuse square minus base square. 3 square minus 2 square ആണ് 5. So hypotenuse 3ഉം base 2 സെൻറ്റിമീറ്ററുമായിട്ടുള്ള ഒരു റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കാം. ആദ്യം 2 സെൻറ്റിമീറ്റർ ഉള്ള ബേസ് വരയ്ക്കാം. ഹൈറ്റിൻ്റെ സ്ഥാനത്ത് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കാം. ഹൈപ്പോട്ട്ന്യൂസ് 3 സെൻറ്റിമീറ്റർ ആണ്. സോ കോമ്പസിൽ 3 സെൻറ്റിമീറ്റർ മെഷർ ചെയ്തിട്ട് ബേസിൻ്റെ ഒരു എൻഡിൽ വെച്ചിട്ട് ഒരു ആർക്ക് വരയ്ക്കാം. ഈ ആർക്ക് നമ്മുടെ പെർപെൻഡിക്കുലറിനെ മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് ആയിരിക്കും ട്രയാങ്കിളിൻ്റെ മറ്റൊരു വെർട്ടെക്സ്. അങ്ങനെ ട്രയാങ്കിൾ കംപ്ലീറ്റ് ആയി. അതിൻ്റെ ഹൈറ്റ് ആയിരിക്കും √5 സെൻറ്റിമീറ്റർ. ഈ √5 സെൻറ്റിമീറ്റർ ഉള്ള സൈഡ് നമുക്ക് ആവശ്യമുള്ള സ്ക്വയറിൻ്റെ സൈഡായിട്ട് എടുക്കാം. സോ കോമ്പസിൽ √5 സെൻറ്റിമീറ്റർ മെഷർ ചെയ്യാം. എന്നിട്ട് ഈ സൈഡിൻ്റെ ഓരോ എൻഡിലും വെച്ചിട്ട് ഓരോ ആർക്ക് വരച്ചിട്ട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള √5 സെൻറ്റിമീറ്റർ ഉള്ള മറ്റ് സൈഡ്സ് വരയ്ക്കാം. ബാക്കിയുള്ള സൈഡ് കൂടി ജോയിൻ ചെയ്തിട്ട് സ്ക്വയർ കംപ്ലീറ്റ് ആക്കാം. Area of this square will be side square, that is √5 square, that is 5 square centimeters. In the picture, a line through the center of a circle cuts a chord into 2 parts. What is the radius of circle? ഫിഗറിൽ ഒരു കോഡും ആ കോഡിനെ കട്ട് ചെയ്യുന്ന സെൻറ്ററിൽ നിന്നും വരുന്ന ഒരു ലൈനുമാണ് കാണിച്ചിട്ടുള്ളത്. നമ്മളൊരു കോൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട്. ഇഫ് 2 chords of a circle intersect within the circle, then the product of the parts of the 2 chords are equal. സോ സെൻട്രലിൽ നിന്നും വരുന്ന ലൈനിനെ നമുക്ക് രണ്ട് ഭാഗത്തേക്കും എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഒരു കോഡാക്കാം. ഇനി എല്ലാ പോയിൻറ്റ്സും ABCDE മാർക്ക് ചെയ്യാം. സെൻറ്റർ O എന്നും മാർക്ക് ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞ കോൺസെപ്റ്റ് അനുസരിച്ചിട്ട് DA × DB = DC × DE എന്നെഴുതാം. DA 4 സെൻറ്റിമീറ്റർ ആണ്. DB 6 സെൻറ്റിമീറ്റർ ആണ്. DE എന്ന് പറയുന്നത് DO + OE ആണ്. സോ വി ക്യാൻ റൈറ്റ് 4 × 6 = DC × DO + OE. DO 5 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. സോ 24 = DC × 5 + OE എന്നെഴുതാം. OE എന്ന് പറയുന്നത് ഈ സർക്കിളിൻ്റെ റേഡിയസ് ആണ്. സോ OE വിൽ ബി ഈക്വൽ ടു OC. സോ വി ക്യാൻ റൈറ്റ് 24 = DC × 5 + OC. OC എന്ന് പറയുന്നത് DO + DC ആണ്. സോ വി ക്യാൻ റൈറ്റ് 24 = DC × 5 + DO + DC. DO 5 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. സോ വി ക്യാൻ റൈറ്റ് 24 = DC × 5 + 5 + DC. That is 24 = DC × 10 + DC. That is 24 = 10 DC + DC². ഈ ഇക്വേഷനിൽ നിന്നും നമുക്ക് DCയുടെ വാല്യൂ കാണാം. ഈ ഇക്വേഷനെ നമുക്ക് AX² + BX + C = 0 എന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോമിലാക്കി എഴുതാം. അതിനുവേണ്ടി 24നെ ഈക്വൽ ടുവിൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ +24 - 24 ആകും. സോ അവർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഈസ് DC² + 10DC - 24 = 0. സോ ഇവിടെ A എന്ന് പറയുന്നത് DC²ൻ്റെ കോഎഫിഷ്യൻ്റ് ആണ്, ദാറ്റ് ഈസ് 1. B എന്ന് പറയുന്നത് DCയുടെ കോഎഫിഷ്യൻ്റ് ആണ്, ദാറ്റ് ഈസ് 10. C എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, ദാറ്റ് ഈസ് -24. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ കാണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഇവിടെ DC = -B ± √B² - 4AC / 2A. ആദ്യം B² - 4AC എത്രയാണെന്ന് ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് 10² - 4 × 1 × -24, ദാറ്റ് ഈസ് 100 + 96, ദാറ്റ് ഈസ് 196. So DC = -10 ± √196 / 2 × 1, that is -10 ± 14 / 2, that is -10 + 14 / 2 or -10 - 14 / 2, that is 4 / 2 or -24 / 2, that is 2 and -12. DC ഒരു ലെങ്ത് ആയതുകൊണ്ട് അതൊരിക്കലും നെഗറ്റീവ് ആവില്ല. സോ നമുക്ക് DC = 2 സെൻറ്റിമീറ്റർ എന്നെടുക്കാം.
നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് റേഡിയസ് ഓഫ് സർക്കിൾ കാണാനാണ്. സോ റേഡിയസ് ഓഫ് സർക്കിൾ ഈസ് ഈക്വൽ ടു OC, ദാറ്റ് ഈസ് DO പ്ലസ് DC, ദാറ്റ് ഈസ് 5 + 2, ദാറ്റ് ഈസ് 7 centimeter. In the picture, a line through the center of a circle meet a chord of the circle. What are the length of the two pieces of the chord? ഫിഗറിൽ ഒരു കോഡും അതിനെ മീറ്റ് ചെയ്യുന്ന സെൻറ്ററിൽ നിന്നുള്ള ഒരു ലൈനുമാണ് തന്നിട്ടുള്ളത്. ചോദിച്ചിട്ടുള്ളത് ഈ കോഡിനെ ഈ ലൈൻ കട്ട് ചെയ്യുന്ന പാർട്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മളൊരു കോൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട്, അതായത് ഇഫ് ടു കോർഡ്സ് ഓഫ് എ സർക്കിൾ ഇൻ്റർസെക്റ്റ് വിത്തിൻ ദി സർക്കിൾ ദെൻ ദി പ്രോഡക്റ്റ് ഓഫ് ദി പാർട്സ് ഓഫ് ദി ടു കോർഡ്സ് ആർ ഈക്വൽ. സോ നമുക്ക് സെൻറ്ററിൽ നിന്നും വരുന്ന ഈ ലൈനിനെ രണ്ട് ഭാഗത്തേക്കും എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഒരു കോഡാക്കാം. എന്നിട്ട് എല്ലാ പോയിൻറ്റ്സും ABCDE മാർക്ക് ചെയ്യാം, സെൻറ്റർ O എന്നും മാർക്ക് ചെയ്യാം. നമ്മൾ പഠിച്ച കോൺസെപ്റ്റ് അനുസരിച്ചിട്ട് BA × BC = BE × BD എന്ന് എഴുതാം. ബട്ട് BA + BC എന്ന് പറയുന്നത് 13 centimeter ആണെന്ന് തന്നിട്ടുണ്ട്. സോ BC = 13 - BA എന്ന് എഴുതാം. BE = BO + OE ആണ്. BO 3 centimeter ആണെന്ന് തന്നിട്ടുണ്ട്. OE എന്ന് പറയുന്നത് സർക്കിളിൻ്റെ റേഡിയസ് ആണ്. സർക്കിളിൻ്റെ റേഡിയസ് 7 centimeter ആണെന്നും തന്നിട്ടുണ്ട്. സോ BE = 3 + 7, ദാറ്റ് ഈസ് 10 centimeter ആണ്. BD എന്ന് പറയുന്നത് OD - BO ആണ്. OD ഈസ് റേഡിയസ് ഓഫ് സർക്കിൾ. Therefore BD = radius of circle -3, that is 7 - 3, that is 4 centimeter. So equation 1, അതായത് BA × BC = BE × BD നമുക്ക് BA × 13 - BA = 10 × 4 എന്ന് എഴുതാം. That is 13BA - BA² = 40. ഈ ഇക്വേഷനിൽ നിന്നും നമുക്ക് BAയുടെ വാല്യൂ കാണണം. ഇതിനെ നമുക്ക് AX² + BX + C = 0 എന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോമിലാക്കി എഴുതാം. അതിനുവേണ്ടി -BA² +13BAയും ഈക്വൽറ്റുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ -BA² + BA² ആവും, +13BA - 13BA ആവും. ദാറ്റ് ഈസ് BA² - 13BA + 40 = 0. ഇവിടെ A എന്ന് പറയുന്നത് BA² കോഷ്യൻ്റ് ആണ്, ദാറ്റ് ഈസ് 1. B എന്ന് പറയുന്നത് BAയുടെ കോഷ്യൻ്റ് ആണ്, ദാറ്റ് ഈസ് -13. C എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, ദാറ്റ് ഈസ് +40. സോ BA = -B ± √B² - 4AC/2A എന്ന് എഴുതാം. ആദ്യം B² - 4AC ഒന്ന് ചെയ്തു നോക്കാം. ദാറ്റ് ഈസ് -13² - 4 × 1 × 40, ദാറ്റ് ഈസ് 169 - 160, that is 9. So BA = 13 ± √9/2 × 1, that is 13 ± 3/2, that is 16/2 and 10/2, that is 8 and 5. If BA = 8, BC = 13 - BA, that is 13 - 8, that is 5. If BA = 5, BC = 13 - 5, that is 8. ഈ ഫിഗർ കണ്ടാൽ മനസ്സിലാകും BA is less than BC. So we can write BA = 5 and BC = 8 are parts of this chord.